ഇനി വാർത്തകൾ വിശദമായി കാണാം. നാടാകെ നായ്പേടി. മജിസ്ട്രേറ്റിനെ തെരുവ് നായ കടിച്ചു. പത്തനംതിട്ടയിലാണ് സംഭവം. ജ്വല്ലറി ജീവനക്കാരനും കടിയേറ്റു. മജിസ്ട്രേറ്റിനെ വെട്ടിപ്പുറത്ത് വെച്ചും ജ്വല്ലറിയിലെ സുരക്ഷാ ജീവനക്കാരനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് സമീപത്ത് വെച്ചുമാണ് ആക്രമിച്ചത്. കോഴിക്കോട് നഗരം രാത്രിയിലും കീഴടക്കി തെരുവ് നായകൾ. രാത്രിയായതോടെ അപ്പാർട്ട്മെന്റുകളിലും വീടുകളിലും മതില് ചാടിയും ഗേറ്റ് ചാടിക്കടന്നും നായകൾ പ്രവേശിച്ചതോടെ പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയുമാണ് നാട്ടുകാർ നായ്ക്കളെ ഓടിച്ചത്. സ്ഥിരം രാവിലെ എത്ര പടക്കം പൊട്ടിക്കും ഒന്നോടും, വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ കിടക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തെരുവുനായ ശല്യം കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് കോഴിക്കോട് നഗരവാസികൾ. ആളുകളെ കണ്ടാൽ കൂട്ടത്തോടെ കുരച്ചുകൊണ്ട് നായകൾ പാഞ്ഞെടുക്കുന്നു. ക്യാമറ കണ്ടപ്പോൾ ചില നായകൾ മിണ്ടാതെ കിടന്നു, ചിലത് ചീറിയെടുത്തു. തെരുവുനായ ശല്യം കാരണം പൊറുതിമുട്ടിയ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് തെരുവുപട്ടികളെ കൊണ്ട്. ഇത്രയും പെട്ടെന്ന് അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തീർക്കണം, അതിന് വേണ്ടിയിട്ടില്ല. ഭയങ്കര ശല്യമായിട്ടുണ്ട്. കുട്ടികൾ ഫാമിലി ആയിട്ട് വരുന്നാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. കുട്ടികളെ മേത്തേക്കാണ് ചാടുന്നത് കോഴി. പിന്നെ അധികം കടി ഏറ്റിട്ടാണ് ഇവിടുന്ന് പോക്ക്, മാന്തല് ഇതെല്ലാമായിട്ട് വലിയ ശല്യം തന്നെയാണ് നായനെ. നേരം ഇരുട്ടിയാൽ നായകൾ കൂടുതൽ അക്രമകാരികളാവും. കോർപ്പറേഷൻ പരിധിയിൽ മാത്രം നിരവധി പേർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടിയേറ്റത്. വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ പറയുമ്പോഴും നഗരത്തിൽ നായകളുടെ എണ്ണം കുത്തനെ കൂടുന്നു. ബീച്ച്, മത്സ്യമാർക്കറ്റ് തുടങ്ങിയ എല്ലായിടത്തും നായകളുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. പട്ടികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പട്ടികളെ കൊന്നൊടുക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലാണ് മൃഗസ്നേഹികൾ. വാക്സിൻ പോലും ഫലപ്രദമല്ലാത്ത കാലത്ത് ഈ രണ്ട് വാദങ്ങൾക്കുമിടയിലാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. നേരമിരുട്ടിയാൽ നാടും നഗരവും കൈയടക്കുകയാണ് തെരുവ് നായ്ക്കൾ. കൂട്ടം ചേരുന്ന നായ്ക്കൾ വാഹനങ്ങളിൽ പോകുന്നവരെ അടക്കം ആക്രമിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന് മുന്നിൽ കൂട്ടം കൂടിയ നായ്ക്കളുടെ ദൃശ്യം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിലച്ചെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് സംരക്ഷണം നൽകണമെന്ന കോടതി ഉത്തരവ് നടപ്പായില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചു. സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സമരത്തെ തുടർന്ന് തുറമുഖ നിർമ്മാണം നിലച്ചെന്നും അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വിഴിഞ്ഞം തീരസംരക്ഷണ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് KRLCC ആരംഭിച്ച ജനബോധനയാത്ര ഇന്ന് ചെല്ലാനത്ത് പര്യടനം നടത്തും. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ജനബോധനയാത്ര ഞായറാഴ്ച വിഴിഞ്ഞത്തെ സമരപ്പന്തലിലാണ് സമാപിക്കുക. വിഴിഞ്ഞം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള റീജിയൺ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജാഥ മൂലമ്പള്ളിയിൽ നിന്നാണ് ആരംഭിച്ചത്. വല്ലാർപാടം കണ്ടെയ്നർ പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട വീട്ടമ്മമാരാണ് ജാഥയുടെ പതാക കൈമാറിയത്. ലത്തീൻ സഭയുടെ നേതൃത്വത്തിലാണ് യാത്ര.
വരാപ്പുഴ അതിരൂപതയും കൊച്ചി, ആലപ്പുഴ, കൊല്ലം രൂപതകളും തിരുവനന്തപുരം അതിരൂപതയുമാണ് യാത്രയുടെ സംഘാടകർ. ഉദ്ഘാടന ദിവസം ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ, കർദിനാൾ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ ജനബോധന യാത്രയെ അഭിസംബോധന ചെയ്തു. തീരവാസികളുടെ ദുഃഖത്തിൽ നിന്നുള്ള പ്രതിഷേധം അതിശക്തമായിരിക്കുമെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. വൻ പദ്ധതികൾ കടലിൽ ആവിഷ്കരിച്ചപ്പോൾ തീരശോഷണം അതിശക്തമായ രീതിയിൽ സംഭവിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഈ സമരത്തെ കണ്ടില്ല എന്ന മനോഭാവത്തോടുകൂടി സർക്കാരിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നത് അധികാരികൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നത് അതീവ ദുഃഖകരമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ആ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം അതിശക്തമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. KCBCയും വിഴിഞ്ഞം സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരമേഖലകളിലെ വികസന പദ്ധതികളിൽ കൂടുതലും ഇരകളാക്കപ്പെടുന്നത് ലത്തീൻ സമുദായമാണെന്നാണ് സഭയുടെ വിലയിരുത്തൽ. ന്യൂസ് 18 കൊച്ചി. അട്ടപ്പാടി മധു കേസിൽ കൂറുമാറിയ സാക്ഷിയുടെ കാഴ്ചശക്തി പരിശോധനാ റിപ്പോർട്ട് കോടതി ഇന്ന് പരിഗണിക്കും. 29ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധനാ റിപ്പോർട്ടാണ് കോടതി പരിശോധിച്ച് നടപടിയെടുക്കുക. കേസിൽ 4 സാക്ഷികളുടെ വിസ്താരവും ഇന്ന് നടക്കും. കോടതി മുറിയിൽ മധുവിനെ പിടികൂടിക്കൊണ്ടുവരുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചിട്ടും ഒന്നും വ്യക്തമാകുന്നില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു 29ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ മണ്ണാർക്കാട് SC/ST കോടതി നിർദ്ദേശിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കാഴ്ചശക്തിക്ക് കുഴപ്പമില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് കോടതി ഇന്ന് പരിഗണിക്കുക. സുനിൽകുമാറിനോടും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാഴ്ചശക്തിയുണ്ടായിട്ടും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായി ബോധ്യപ്പെട്ടാൽ സുനിൽകുമാറിനെതിരെ കേസെടുക്കാനാണ് സാധ്യത. ഇതോടൊപ്പം കേസിൽ 4 സാക്ഷികളെ വിസ്തരിക്കും. 32ാം സാക്ഷി മനാഫ്, 33ാം സാക്ഷി രഞ്ജിത്ത്, 34ാം സാക്ഷി മണികണ്ഠൻ, 35ാം സാക്ഷി അനൂപ് എന്നിവരെയാണ് ഇന്ന് വിസ്തരിക്കുക. ഇതുവരെ 31 സാക്ഷികളെ വിസ്തരിച്ചതിൽ 16 പേർ കൂറുമാറിയിട്ടുണ്ട്. 6 പേർ മാത്രമാണ് പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയിട്ടുള്ളത്. കേസിൽ കൂറുമാറുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മധുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ഇൻഡിഗോ വിമാന കമ്പനിയിലെ 2 ജീവനക്കാർ കസ്റ്റംസിന്റെ പിടിയിലായി. മിശ്രിത രൂപത്തിലുള്ള സ്വർണം 4.9 കിലോ ആണ് പിടിച്ചത്. ഇതിന്റെ മൂല്യം 2.5 കോടി രൂപയോളം വരും. സ്വർണം കൊണ്ടുവന്ന യാത്രക്കാരൻ ബാഗേജ് ഉപേക്ഷിച്ച് മുങ്ങി. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അനുമോദ്, യാത്രക്കാരൻ മുങ്ങിയിരിക്കുന്നു എന്നറിയുന്നു. ഇൻഡിഗോ വിമാന കമ്പനിയിലെ 2 ജീവനക്കാർ കസ്റ്റംസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവരുടെ പങ്കാളിത്തം എങ്ങനെയാണ് സംശയിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഈ അടുത്ത കാലത്ത് നടത്തുന്ന ഏറ്റവും മൂല്യമേറിയ സ്വർണ്ണവേട്ടയാണ് ഇത്. 2.5 കോടി രൂപയിലധികം ഈ പിടിച്ചെടുത്ത സ്വർണത്തിന് വരും. സംഭവവുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. തിങ്കളാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം. ദുബായിൽ നിന്നും വന്ന വിമാനത്തിലെ യാത്രക്കാരന്റെ ബാഗേജ്, ഇത് ഈ ഇൻഡിഗോ വിമാന കമ്പനിയുടെ 2 ജീവനക്കാർ ഇത് കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കാതെ പുറത്തെത്തിക്കാൻ സഹായിക്കുകയായിരുന്നു. വിമാനത്തിന്റെ ഈ ലഗേജ് വരുന്ന ട്രാക്ടർ ആൻഡ് ട്രോളിയിൽ നിന്ന് നേരിട്ട് ഈ ഇൻഡിഗോ സ്റ്റാഫ് ഈ പെട്ടി ഏറ്റെടുക്കുകയും അത് ആഭ്യന്തര ടെർമിനൽ ടാഗ് പതിച്ച് കസ്റ്റംസ് പരിശോധന ഒഴിവാക്കി വിമാനത്താവളത്തിന്റെ പുറത്തെത്തിക്കുകയും തുടർന്ന് ഈ സ്വർണം കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്നിരുന്നത്. പക്ഷേ ഇത്തവണ ഈ ട്രാക്ടർ ആൻഡ് ട്രോളിയിൽ നിന്നും പെട്ടി എടുക്കാൻ വന്ന ജീവനക്കാരനെ എയർപോർട്ട് സുരക്ഷാ ജീവനക്കാർ പിടികൂടി. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ നിരവധി തവണ സ്വർണം കടത്തിയതായിട്ടുള്ള വിവരം അറിയുന്നത്. CCTV ദൃശ്യങ്ങൾ കൂടി ഇത്തരത്തിൽ സ്വർണം ഈ പെട്ടികൾ മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഡിഗോ എയർലൈൻ സ്റ്റാഫായ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സാജിദ് റഹ്മാൻ, അതുപോലെ തന്നെ കസ്റ്റംസ് സർവീസ് ഏജന്റ് മുഹമ്മദ് സാമിൽ എന്നിവരാണ് ഈ ഒരു സംഭവത്തിൽ പിടിയിലായിട്ടുള്ളത്. വയനാട് സ്വദേശിയായിട്ടുള്ള അഷ്കർ അലിയെയാണ് ഈ പെട്ടി കൊണ്ടുവന്നത്. പക്ഷെ ഇയാൾ ബാഗേജ് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഇയാൾ ഒളിവിലാണ്.
ഇയാളുടെ അസാന്നിധ്യത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് കസ്റ്റംസ് ഈ പെട്ടി തുറന്നത്. ഈ മിശ്രിത രൂപത്തിലുള്ള സ്വർണം സോക്സിലും തുണികളിലും ഒക്കെയായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പെട്ടിയിൽ ഉണ്ടായിരുന്നത്. ഇത് വേർതിരിച്ചെടുക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. 2.5 കോടി രൂപയിലധികം മൂല്യം ഈ ഒരു സ്വർണത്തിനുണ്ട് എന്നാണ് കസ്റ്റംസ് അറിയിക്കുന്നത്. എന്താണെങ്കിലും ഈ 2 വിമാന കമ്പനി ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നത്, പിടിയിലാകുന്നത് വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ്. മാത്രമല്ല ഇതിനു മുൻപും ഇവർ ഇതുപോലെ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നതും ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. KPCC ജനറൽ ബോഡി യോഗം ഇന്ന് ചേരും. അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കായാണ് യോഗം ചേരുന്നത്. ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് നേതൃതലത്തിലെ ധാരണ. അധ്യക്ഷനെ നാമനിർദ്ദേശം ചെയ്യാൻ AICC അധ്യക്ഷയെ KPCC ജനറൽ ബോഡി ചുമതലപ്പെടുത്തും. 310 അംഗ KPCC പട്ടികയ്ക്ക് കഴിഞ്ഞ ദിവസം അംഗീകാരം ലഭിച്ചിരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട KPCC അംഗങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അംഗങ്ങളെയെല്ലാം നേരിട്ട് വിളിച്ച് യോഗത്തിനെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരപരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച ആലപ്പുഴ പാണാവള്ളിയിലെ കാപ്പിക്കോ റിസോർട്ട് ഇന്ന് പൊളിക്കും. പൊളിക്കൽ നടപടികൾ രാവിലെ 10-ന് ആരംഭിക്കും. കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചു നീക്കാൻ 2020 തന്നെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും കൊറോണ പ്രതിസന്ധി മൂലം നടപടി ഉണ്ടായില്ല. നിലവിൽ സാഹചര്യം അനുകൂലമെന്ന് വിവിധ വകുപ്പുകൾ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യപടിയായി കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം റിസോർട്ട് ഏറ്റെടുത്തിരുന്നു. റിസോർട്ട് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച പഠന റിപ്പോർട്ട് കളക്ടർക്ക് വിവിധ വകുപ്പുകൾ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചാണ് ഇന്ന് പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ റിസോർട്ട് ഉടമകൾ തന്നെയാണ് പൊളിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ആസാദ് കശ്മീർ പരാമർശത്തിൽ KT ജലീൽ MLA-ക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയെന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ ഡൽഹി റോസ് അവന്യൂ കോടതി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കൃത്യത ഉറപ്പാക്കണം, ഇല്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും കോടതി നൽകി. ജലീലിനെതിരെ അഡ്വക്കേറ്റ് GS മണി നൽകിയ ഹർജി വിധി പറയാനായി സെപ്റ്റംബർ 14-ലേക്ക് കോടതി മാറ്റിയിരുന്നു. എന്നാൽ ഹർജിക്കാരനായ അഭിഭാഷകൻ നൽകിയ തെറ്റായ വിവരമാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന വാർത്ത നൽകാൻ കാരണം. മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചതിന് അഭിഭാഷകൻ കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചു. തെറ്റായ വാർത്ത നൽകാൻ ഇടയായതിൽ നിർവ്യാജം ഖേദവും പ്രകടിപ്പിച്ചു. പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെ നടത്തുന്ന പരോക്ഷ വിമർശനങ്ങളുമാണ് KM ഷാജിയെ പാർട്ടിയുടെ അച്ചടക്ക റഡാറിൽ കൊണ്ടുവരുന്നത്. ഇതുവരെ ഷാജി പറഞ്ഞത് കാരണമാക്കി അച്ചടക്ക നടപടി എടുത്തേക്കില്ല എങ്കിലും ഷാജിയുടെ ഇനിയുള്ള വാക്കുകളും പ്രവൃത്തികളും പാർട്ടി കൃത്യമായി നിരീക്ഷിക്കും. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളെ വെല്ലുവിളിച്ച് നേതാക്കളെ പരോക്ഷമായി കുറ്റപ്പെടുത്തി പാർട്ടിയെ ഇത്തരത്തിൽ വേണം നയിക്കാൻ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് KM ഷാജി ഈയിടെയായി നടത്തുന്നത്. ഷാജിയുടെ പ്രസംഗങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതെല്ലാം പാർട്ടിക്കെതിരെ ആയുധമാക്കി മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സംസ്ഥാന പ്രവർത്തക സമിതിയിലെ വിമർശനം. പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ KM ഷാജിയുടെ പേര് പറയാതെയാണ് വിമർശിച്ചത്. പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പൊതുവേദിയിൽ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുവേദിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ആശയസംവാദം നടത്തുമ്പോൾ നേതാക്കൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഷാജിയുടെ പ്രസംഗങ്ങളുണ്ടാക്കിയ വിവാദങ്ങൾ ഉൾക്കൊണ്ടാണ്. ഇതെല്ലാം അച്ചടക്ക നടപടികളിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KM ഷാജിക്കെതിരെ പ്രവർത്തക സമിതിയിൽ ഉയർന്ന പരാതികളെല്ലാം ഷാജിയുടെ പ്രസംഗങ്ങളും പ്രതികരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. KM ഷാജിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് PMA സലാം നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു. അതിപ്പോ പറയാൻ കഴിയില്ല. അല്ല, ചോദ്യം നിഷേധിക്കപ്പെട്ട പിന്നെ അതിന്റെ BCക്കൊന്നും സ്ഥാനമില്ലല്ലോ. ഷാജി തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസംഗങ്ങൾ തുടർന്നാൽ ഇതുവരെ ഉള്ളതുപോലെ ആകില്ല സാഹചര്യങ്ങളെന്നും നേതൃത്വം കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനിയും ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ വിദേശത്തുള്ള KM ഷാജി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. ഇടവേള.
KSRTC ജീവനക്കാർക്ക് ഓണാനുകൂല്യങ്ങൾ നൽകാത്ത മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കാൻ BMS. മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് ചീഫ് ഓഫീസിന് മുന്നിലും KSRTC ജില്ലാ ആസ്ഥാനങ്ങളിലും എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തും. AITUC യൂണിയനും പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് നിയമാനുസൃതമായി ലഭിക്കേണ്ട ബോണസോ ഉത്സവ ഭത്തയോ അഡ്വാൻസോ ഇതുവരെ ലഭിച്ചിട്ടില്ല. KSRTC തമ്പാനൂർ ഡിപ്പോയിൽ വെള്ളം മുടങ്ങുന്നത് പതിവാകുന്നുവെന്ന് പരാതി. ബസ് ടെർമിനലിലെ ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഭക്ഷണം കഴിച്ചിറങ്ങുന്നവർക്ക് കൈ കഴുകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നാണ് പരാതി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന തമ്പാനൂർ ഡിപ്പോയിലെ സ്ഥിതിയാണ് ഇത്. ഉച്ചയ്ക്ക് സ്ഥിരമായി വെള്ളം നിലയ്ക്കും. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഭക്ഷണം കഴിച്ചിറങ്ങുന്നവർക്ക് കൈ കഴുകാൻ മിനറൽ വാട്ടർ നൽകേണ്ട സ്ഥിതിയാണ്. പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. പരമാവധി ദിവസങ്ങളിൽ ഇവിടെ ഉച്ചയ്ക്ക് വെള്ളം കുറവാണ്. ചില ദിവസങ്ങളിൽ വെള്ളം കാണൂല. അവിടെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പോൾ ഒരു എന്ന് പറയും. ആൾക്കാർ എല്ലാവരും നമുക്ക് സമാനപ്പെടുത്തി നിർത്താൻ പറ്റൂല. മാക്സിമം ആൾക്കാർ നമ്മളെ നെഞ്ചി കയറി നമ്മൾ ഓരോന്ന് പറഞ്ഞാണ് പോകുന്നത്. ആരും വെയിറ്റ് ചെയ്യുന്നില്ല. റണ്ണിംഗ് ആയിട്ട് വരുന്ന കസ്റ്റമറാണ്. ആരും കറങ്ങാൻ വരുന്നവരല്ല. ബസ് സ്റ്റാൻഡിൽ ബസ് കയറി പോകാൻ വരുന്ന യാത്രക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അവർ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും, വരും വെള്ളം എന്നല്ലാതെ ഇതുവരെയായിട്ട് ഒരു റെസ്പോണ്ട് നമ്മൾ വന്ന് കടയിൽ വന്ന് പറയുക ഒരു ഇതുമില്ല. വാടക അടച്ചില്ലെങ്കിൽ മാത്രം ഒരു ഡയറി വന്ന് പറയും നിങ്ങളെ കട അടയ്ക്കുമെന്ന് മാത്രം വന്ന് ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം ഇടയ്ക്കിടെ വെള്ളമില്ലാത്തൊരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് നടക്കണമെങ്കിൽ വെള്ളം വേണം, നിർബന്ധമാണ്. അതില്ലാതെ കഴിയില്ല. കാരണം ഷോപ്പ് വന്നതിന് ശേഷം ഇടയ്ക്ക് വെള്ളം നിൽക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്ന് നമ്മളെ ചീത്ത പറയും. ചീത്ത നമുക്ക് ഷോപ്പ് അടക്കേണ്ടി വരും. നമ്മൾ വാടക കൊടുത്തിട്ട് ഷോപ്പാണ്. വെള്ളമില്ലാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിതുകൊണ്ട് 5-6 കുടുംബം ജീവിക്കുന്നതാണ്. സ്ഥിരം സംഭവമല്ലെന്നും സാങ്കേതിക തകരാറാണ് വെള്ളം മുഴുകാൻ കാരണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ തേനിയിൽ നടന്ന ഒരു വിവാഹം സൈബർ ലോകത്തിപ്പോൾ വൈറലാണ്. വിവാഹത്തിനിടെ വരന്റെ സുഹൃത്തുക്കൾ വധുവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച ഒരു കരാറാണ് വിവാഹത്തെ വേറിട്ടതാക്കിയത്. വരനെ ക്രിക്കറ്റ് കളിക്കാൻ വിടണം എന്നതായിരുന്നു സുഹൃത്തുക്കളുടെ ആവശ്യം. ഞായറാഴ്ചയായിരുന്നു തേനിയിലെ സ്വകാര്യ കോളേജ് പ്രൊഫസർ ഹരിപ്രസാദും പൂജയും തമ്മിലുള്ള വിവാഹം. വിവാഹത്തിന് മുമ്പ് ഹരിപ്രസാദിന്റെ സുഹൃത്തുക്കൾ പൂജയോട് ഒരു കരാറിൽ ഒപ്പിടണം എന്നാവശ്യപ്പെട്ടു. ഇതിനായി 20 രൂപയുടെ മുദ്രപത്രം പൂജയ്ക്ക് നൽകി. മുദ്രപത്രത്തിൽ ഇതായിരുന്നു: പൂജ എന്ന ഞാൻ ക്യാപ്റ്റനായ ഹരിപ്രസാദിനെ എല്ലാ ശനിയും ഞായറും സൂപ്പർ സ്റ്റാർ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കാൻ അനുവദിക്കുന്നു. കരാർ വായിച്ച പൂജയ്ക്ക് ചിരിയടക്കാനായില്ല. ഒട്ടും മടിക്കാതെ കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഹരിപ്രസാദ് സൂപ്പർ സ്റ്റാർ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും പ്രധാന താരവുമാണ്. വിവാഹശേഷവും ഹരിപ്രസാദ് സൂപ്പർ സ്റ്റാർ ക്രിക്കറ്റ് ടീമിനൊപ്പം ഉണ്ടാകും എന്നുറപ്പാക്കാനായിരുന്നു സുഹൃത്തുക്കൾ കരാർ എഴുതിയുണ്ടാക്കിയത്. പൂജ ഒപ്പിട്ട കരാറിന്റെ ചിത്രവും ദമ്പതിമാർക്കൊപ്പമുള്ള ചിത്രവും പിന്നീട് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഈ ചിത്രങ്ങളും വീഡിയോയും ഇപ്പോൾ വൈറലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.